ഓഫറുകൾ കണ്ട് വാങ്ങിക്കൊണ്ടുണ്ട് എല്ലാം വിൽപ്പന തന്ത്രങ്ങൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. മലയാളികളാണ് ഈ ഓഫറുകളുടെ പുറകെ പോയി തലവെക്കുന്നത്. ഈ വിൽപ്പന തന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇ-കൊമേഴ്സ് ആപ്പുകളെ കൊണ്ടുള്ള ബഹളമാണ് ഇപ്പോൾ കാണുന്നത്. എവിടെ നോക്കിയാലും ഓഫറുകളും കിഴിവുകളും. യഥാർത്ഥത്തിൽ ഇവർ ഉപഭോക്താക്കളുടെ ദൗർബല്യങ്ങളെയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ടുള്ള വിൽപ്പനയാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ വിൽപ്പന തന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മലയാളികളാണ് ഇതുപോലുള്ള തന്ത്രങ്ങളിൽ കൊണ്ട് തല വെക്കുന്നത്. ആദ്യത്തേതാണ് കടപ്പാടിന്റെ തന്ത്രം. ഒരു സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങാൻ പോകുമ്പോൾ അവർ വ്യക്തിക്ക് മാത്രമായി പ്രത്യേക ഓഫറോ ഡിസ്കൗണ്ടോ നൽകുമ്പോൾ ആ ഉപഭോക്താവ് വീണ്ടും ആ സ്ഥാപനത്തിൽ തന്നെ പോകാൻ നിർബന്ധിതനാകും. മറ്റുള്ളവരോട് ആ സ്ഥാപനത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അതുവഴി ആ സ്ഥാപനത്തിന് സ്ഥിരമായ ഒരു ഉപഭോക്താവിനെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ പുതിയ ഉപഭോക്താക്കളെയും ആ സ്ഥാപനത്തിന് ലഭിക്കുന്നു. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതേപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓഫറുകൾ സ്വീകരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഉൽപ്പന്നത്തിന് ആവശ്യമായ ഗുണനിലവാരമുണ്ടോ, നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണോ, അത് ആവശ്യമുള്ളതാണോ എന്നൊക്കെ ആദ്യം പരിശോധിക്കണം. അടുത്തതായിട്ട് ഉയർന്ന വിലയുള്ള ഉൽപ്പന്നം വാങ്ങിപ്പിക്കുക എന്നാണ് അവരുടെ ഒരു തന്ത്രം. താരതമ്യേന ഉയർന്ന വിലയുള്ള ഒരു ഉൽപ്പന്നം കുറഞ്ഞ വിലയ്ക്കോ മികച്ച ഗുണനിലവാരത്തിലോ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾക്ക് മാത്രമേ ലഭിക്കുന്ന ഓഫറിൽ വീണ് അത് വാങ്ങിയേക്കാം. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. നിങ്ങൾക്ക് മാത്രമായി ഒരു ഓഫറും ലഭിക്കില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഉയർന്ന വില കാരണം വാങ്ങേണ്ടെന്ന് വെച്ച ഒരു ഉൽപ്പന്നം നിങ്ങളെ കൊണ്ട് വാങ്ങിക്കാനുള്ള തന്ത്രം മാത്രമാണ് പ്രത്യേക ഓഫറുകൾ എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. അടുത്തതായി നിങ്ങളുടെ സ്വന്തം ആളായി മാറുന്ന വിൽപ്പനക്കാരൻ. ഉപഭോക്താവിൻ്റെ ഭാഷാ രീതിയോ സ്റ്റൈലോ അനുകരിച്ച് സ്വന്തം ആളായി മാറി വിൽപ്പന നടത്തുന്നവരാണ് ഇവർ. അടുപ്പം തോന്നിപ്പിച്ച് എന്തെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് വാങ്ങിപ്പിക്കുന്നതിൽ ഇത്തരം വിൽപ്പനക്കാർ വിജയിക്കാറുമുണ്ട്. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് നോക്കാം. ഉൽപ്പന്നത്തിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക. അതിൻ്റെ ഗുണനിലവാരം, വില എന്നിവ മാത്രം ശ്രദ്ധിക്കുക. വിൽപ്പനക്കാരനെയല്ല ലഭ്യത കുറവാണെന്ന് കാണിച്ചിട്ട വിൽപ്പന. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഇനി കുറച്ച് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്ന് കാണിച്ചുള്ള വിൽപ്പന പല സ്ഥാപനങ്ങളും നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ സ്ഥാപനങ്ങൾ. തങ്ങൾക്കത് നഷ്ടമാകരുതെന്ന് കരുതി പലരും ആവശ്യമില്ലെങ്കിലും ആ ഉൽപ്പന്നം വാങ്ങിക്കാറുണ്ട് എന്നതാണ് സത്യം. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ആ ഉൽപ്പന്നം കുറച്ചു കാലത്തിന് ശേഷവും അതേ സ്ഥാപനം വഴി തന്നെ വിൽപ്പന നടത്തിയേക്കാം, അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കാം. അതുകൊണ്ട് പരിഭ്രാന്തരായി കൊണ്ടുള്ള ഷോപ്പിംഗ് നിങ്ങൾ ആദ്യം ഒഴിവാക്കുക. അടുത്തതായി കഥ പറഞ്ഞുള്ള വിൽപ്പനയാണ് ഇവരുടെ മറ്റൊരു തന്ത്രം. ഉൽപ്പന്നം വിൽക്കുന്നവർക്ക് അതേ ഉൽപ്പന്നത്തെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കഥ പോലെ ആകർഷകമായ രീതിയിൽ ഉൽപ്പന്നത്തെക്കുറിച്ച് അവർ വിവരിക്കും. വിശ്വാസ്യത ഉണ്ടാക്കി ഉൽപ്പന്നം വിൽക്കാൻ അവർക്ക് ഇതിലൂടെ സാധിക്കുകയും ചെയ്യും. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതേ ഉൽപ്പന്നം ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു പക്ഷേ മറ്റൊരിടത്ത് നിന്ന് ലഭിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് ലഭിച്ചേക്കാം. അതുകൊണ്ട് കഥയിൽ വീഴാതെ ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധിക്കുക, അതിൻ്റെ ക്വാളിറ്റിയിലും ശ്രദ്ധിക്കുക. ക്യൂരിയോസിറ്റി ഗ്യാപ്പ് ടെക്നിക്കാണ് മറ്റൊന്ന്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ചെറിയൊരു വിവരണം മാത്രം നൽകി ഉപഭോക്താവിനെ ആകർഷിക്കുന്ന വിദ്യയാണിത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് പോലെ ഉപഭോക്താവിൻ്റെ ആകാംക്ഷ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് തെറ്റില്ല. പക്ഷേ ആ ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് പലതവണ നമ്മൾ ആലോചിക്കുക. അതേ ഉൽപ്പന്നം മറ്റ് കമ്പനികൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് താരതമ്യം ചെയ്യുക, ക്വാളിറ്റിയിലും വിലയിലും. ഫ്രെയിമിംഗ് ഇഫക്റ്റാണ് മറ്റൊന്ന്. ഒരു ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വില 500 രൂപയാണെങ്കിൽ അതേ ഉൽപ്പന്നം 50% ഡിസ്കൗണ്ട് എന്ന ഓഫർ നൽകി 1000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ആ ഉൽപ്പന്നം വാങ്ങാനുള്ള
പ്രവണത മലയാളികൾക്കിടയിൽ വളരെയധികം കൂടുതലാണ്. ഈ തന്ത്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥ വില എത്രയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. ഓഫറുകളുടെ മായാവലയത്തിൽ നിങ്ങൾ പെടാതിരിക്കുക. ഗോൾഡ് ഡിലോക്സ് തന്ത്രമാണ് മറ്റൊന്ന്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു പ്രത്യേക വില നിലവാരത്തിലുള്ള മോഡൽ വിറ്റുപോകണമെന്ന് ഒരു കമ്പനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യത്യസ്ത നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത വിലയ്ക്ക് അവർ വിൽക്കും. ഉദാഹരണത്തിന് സ്റ്റാൻഡേർഡ് മോഡലാണ് കൂടുതലായി വിൽക്കുന്നതിന് കമ്പനി ലക്ഷ്യമിടുന്നതെങ്കിൽ പ്രീമിയം മോഡലും ബേസിക് മോഡലും സ്റ്റാൻഡേർഡ് മോഡലിന്റെ കൂടെ കമ്പനി അവതരിപ്പിക്കുകയും ചെയ്യും. പ്രീമിയം മോഡലിന് ഉയർന്ന വിലയായിരിക്കും. ബേസിക് മോഡലിന് കുറഞ്ഞ വിലയാണെങ്കിലും ഫീച്ചേഴ്സ് അതിന് കുറവായിരിക്കും. സ്വാഭാവികമായി ആളുകൾ കൂടുതലായി വാങ്ങുന്നത് സ്റ്റാൻഡേർഡ് മോഡലായിരിക്കും. എങ്ങനെ ഈ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപഭോക്താവിൻ്റെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള ഉൽപ്പന്നം തിരഞ്ഞെടുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. വിൽക്കുന്ന കമ്പനി നിർദ്ദേശിക്കുന്നതായിരിക്കില്ല ഉപഭോക്താവിൻ്റെ ഇഷ്ടം. മറ്റൊന്ന് സാമൂഹികമായ ഇടപാട്. സമൂഹത്തിൽ മറ്റുള്ളവരുടെ വാങ്ങലുകൾ നമ്മളെ സ്വാധീനിക്കാം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങാൻ ചെറുതായി ആഗ്രഹിക്കുകയാണെന്നിരിക്കട്ടെ. അതേ ഉൽപ്പന്നത്തിന്റെ പോസിറ്റീവ് റിവ്യൂ കണ്ടാൽ പൂർണ്ണമായ ആഗ്രഹമില്ലെങ്കിൽ പോലും ആ ഉൽപ്പന്നം വാങ്ങിപ്പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നിർദ്ദേശിച്ചാലും ആ ഉൽപ്പന്നം വാങ്ങുന്നത് നമ്മൾ പരിഗണിക്കും. മറ്റുള്ളവരുടെ നിലപാടാണ് ഇവിടെ നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ പ്രവണതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം അറിയാതെ മറ്റുള്ളവരുടെ വാക്കുകേട്ട് അത് വാങ്ങണമെന്ന് ഒരിക്കലും തീരുമാനിക്കരുത് നിങ്ങൾ. മറ്റൊന്നാണ് നിയർ എക്സ്പോഷർ ഇഫക്റ്റ്. എപ്പോഴും പരിസ്ഥിതി കാണുന്ന ഒരു ഉൽപ്പന്നം കൂടുതൽ പരിചയമുള്ളതായി തോന്നും. മറ്റൊന്നും പരിഗണിക്കാതെ പരസ്യം കണ്ട പരിചയത്തിൽ മാത്രം ആ ഉൽപ്പന്നം വാങ്ങുന്നതാണ് ഇവിടെ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത. ഈ പ്രവണതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ആവശ്യമുള്ളവയുടെ ഒരു ചെറിയ ലിസ്റ്റുമായിട്ട് നമ്മൾ പോകുക. ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. കടയിൽ പരസ്യത്തിൽ കാണുന്ന ഉൽപ്പന്നമുണ്ടെന്ന് കരുതി അത് വാങ്ങാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓൺലൈനിലെ ഈ കാര്യങ്ങളെല്ലാം ഓൺലൈൻ പരസ്യങ്ങൾ, ഓൺലൈൻ തട്ടിപ്പുകളിലെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളും വിലയിലുള്ള തട്ടിപ്പുകളിലും നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൂടുതലായിട്ടും ഓൺലൈൻ പർച്ചേസിലേക്ക് പോകാതെ ഓൺലൈൻ പർച്ചേസിങ് പോയി കഴിഞ്ഞാലും ക്വാളിറ്റി ഉള്ള സാധനങ്ങളും അതിൻ്റെ മാർക്കറ്റ് പ്രൈസും മനസ്സിലാക്കിയ ശേഷം മാത്രം വാങ്ങുക. അല്ലെങ്കിൽ ബ്രാൻഡഡ് കമ്പനികളുടെ ബ്രാൻഡഡ് ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ ഇതേ വിലയ്ക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവരുടെ ഓഫറുകൾ മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്ന് പറയുന്നത് അത് മാനുഫാക്ചറിങ് ഡേറ്റ് ചെയ്താൽ 1 വീക്ക് അല്ലെ അത് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇവർ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലെങ്കിൽ 50% ഫ്രീ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഫുഡ് പ്രോഡക്റ്റുകളെല്ലാം എന്നുള്ള കാര്യം പറയുന്നത്. ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളാണെങ്കിലും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെയ്താൽ 6 മാസം അല്ലെ 1 വർഷം അങ്ങനെയുള്ള ടൈമിലാണ് ഇവർ അങ്ങനെയുള്ള ഓഫറുകൾ കൊടുക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമാറ്റീവായ വീഡിയോസിന് വേണ്ടി എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.